മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനന്ദമായി നമ്മളേവരും കൂടി യേശുവിനെ അനുദിനം പാടി പുകഴ്ത്തിടണം അനുഗ്രഹദായകനെ. ആനന്ദമേ നിത്യാനന്ദമേ എന്നാത്മാവിലെന്നും നിത്യാശ്വാസമേ ബന്ധമില്ല പ്രത്യാശയാലൻ ആമയമകന്നിടുമേ. ഹല്ലേലൂയ ബന്ധമില്ല പ്രത്യാശയാലൻ ആമയമകന്നിടുമേ. ഇന്ന് മലാക്കി പുസ്തകത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥന ശ്രവിച്ചാലും. മലാക്കി പ്രവാചക പുസ്തക പഠനത്തിലേക്ക് പ്രിയ കേൾവിക്കാരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാൽ, അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു. 8-ാം വാക്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത്. അതിൻ്റെ തുടർച്ചയെന്ന വണ്ണമാണല്ലോ 9-ാം വാക്യത്തിലെ കാര്യങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8-ാം വാക്യത്തിൽ അവർക്കുണ്ടായ തെറ്റിനെക്കുറിച്ച്, അല്ല അവരുടെ ജീവിതത്തിൽ വന്ന മിസ്റ്റേക്കിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്തിൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ലേവിയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, നിങ്ങൾ നിയമത്തെ നശിപ്പിച്ചു കളഞ്ഞു, ആളുകളെ വഴി വിട്ടുമാറ്, അവരവരുടെ വഴി വിട്ടുമാറി സഞ്ചരിക്കേണ്ടതിന് ഉപദേശത്തിൽ മിസ്റ്റേക്ക് വരുത്തി, അല്ലെങ്കിൽ ജനത്തെ ഇടർച്ചയിലേക്ക് നടത്തി. അപ്പോൾ ജനം ദൈവ വഴി വിട്ടുമാറുകയും ഇടറിപ്പോവുകയും, പിന്നെയോ 3-ാമത് 9-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിച്ചില്ല എന്ന്. അപ്പോൾ ഇവർ ജനത്തെ വഴിവിട്ടുമാറാക്കി, ഇടറുമാറാക്കി, പിന്നെ ദൈവം ലേവിക്ക് നൽകിയ നിയമത്തെ നശിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു എന്ന്. അപ്പോൾ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിച്ചില്ല എന്ന് പറയുക. ജനത്തെ അവർ തെറ്റായ പാതയിലൂടെ നടത്തി. അതുകൂടാതെ ഇവരുടെ ജീവിതത്തിലും, ആരുടെയാ, ഈ പുരോഹിതന്മാരുടെ ജീവിതത്തിൽ അവരും ദൈവത്തെ അനുസരിക്കുന്നവരോ ദൈവ വഴി പ്രമാണിക്കുന്നവരോ അല്ലായിരുന്നു എന്ന് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ദൈവദാസൻ ഒരു ഭയവും കൂടാതെയാണ് ദൈവാത്മാവിൻ്റെ നിറവിൽ പുരോഹിതന്മാരുടെ ഈ കാര്യം പറയുന്നത്. ഇങ്ങനെ പുരോഹിതന്മാരോട് പറയുക എന്നുള്ളത് ഒരു പ്രത്യേക ധൈര്യം അതിനാവശ്യമാണ്. സാധാരണക്കാർക്ക് അത് സാധിക്കുകയില്ല. കാരണം ഇസ്രായേലിൽ പുരോഹിതന്മാരുടെ സ്ഥാനവും മാനവും ജനം അവരെ കണക്കാക്കുന്ന വിധങ്ങളും ഒക്കെ വളരെ വലുതാണ്. എന്ന് മാത്രമല്ല, അവരാണ് ന്യായപാലനം നടത്തുന്നവരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ശരിയല്ല എന്ന് പറയണമെങ്കിൽ അതിനൊരു പ്രത്യേക ധൈര്യം തന്നെ ആവശ്യമുണ്ട്. അത് സാധാരണക്കാർക്ക് സാധിക്കുകയില്ല. മലാഖി എന്ന സാധാരണക്കാരന് ഒരുപക്ഷെ അത് സാധിച്ചു എന്ന് വരികയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിൽ ഈ സന്ദേശം നൽകുമ്പോൾ ഒരു ഭയവും കൂടാതെ അത് മലാഖി വിളിച്ചു പറയുകയാണ്. പ്രവാചകനത്
ധൈര്യത്തോടു കൂടിയാണ് പ്രഘോഷിക്കുന്നത്. പ്രിയമുള്ളവരെ, സുവിശേഷം കവലകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, ട്രാക്റ്റുകൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നിലകളിലുള്ള പലവിധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ മാനുഷികമായ നിലകളിൽ ഒരു ഭയം നമുക്ക് വന്നിട്ടുണ്ട്, വരാൻ സാധ്യതയുമുണ്ട്. എന്നാൽ മാനുഷികമായ നമ്മുടെ ഭയത്തേക്കാൾ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ ആ ശക്തിയിൽ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിൻ്റെ അനുഭവത്തിലും സുവിശേഷത്തിനു വേണ്ടി, സുവിശേഷ സത്യത്തിനു വേണ്ടി, ജീവനുള്ള സത്യദൈവത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ മിടുക്കോ കഴിവോ അല്ല, മറിച്ച് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ കൃപയാണ്, അനുഗ്രഹമാണ് എന്നുള്ളത് സ്തോത്രത്തോടെ ഓർക്കുക. ഈ നാളുകളിൽ ഭാരതത്തിൽ സുവിശേഷം അറിയിക്കുന്നതിൽ വളരെ വൈഷമ്യങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും സഭാകളുകൾ തുറക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം ദൈവദാസന്മാർ വളരെ പ്രതികൂലങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ദൈവമക്കൾ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നു. പക്ഷേ അപ്പോഴും അവർ ധൈര്യത്തോടെ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യയും ധൈര്യമായി നിന്ന് ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്, ഞാൻ എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ധൈര്യത്തോടെ പറയുന്നെങ്കിൽ അതിൻ്റെ കാരണം അവരിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ പ്രവാചകനും ധൈര്യത്തോടുകൂടിയാണ് പറയുന്നു. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു. നോക്കണം, ഇവർ എന്താണ് ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാതിരുന്നത്? 9-ാം വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു എന്ന് അവരോട് ദൈവം സംസാരിക്കുകയാണ്. എൻ്റെ വഴികളെ പ്രമാണിച്ചില്ല. അപ്പോൾ പ്രമാണിക്കാൻ ഒരു വഴി ദൈവം ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവം നൽകിയ വഴി പ്രമാണിക്കാതെ ന്യായപാലനത്തിന് ഒരു ക്രമീകരണം ദൈവം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ന്യായപാലനം ചെയ്യേണ്ടത്? ന്യായമായ കാര്യമാണ്. പക്ഷേ ന്യായമായത് ഇവർ അന്യായമായിട്ട് ചെയ്തു. അതാണ് തെറ്റ്. ന്യായമായി ചെയ്യേണ്ടുന്നതിനെ അന്യായമാക്കി കളഞ്ഞു. നാം വായിക്കുന്നുണ്ട്, സമ്മാനം വാങ്ങി ന്യായം മറിച്ച് കളയരുത്. അപ്പോൾ സമ്മാനം വാങ്ങി ന്യായം മറിച്ച് കളയരുതെന്ന് പറഞ്ഞാൽ അനേകർ തെറ്റ് ആര് ചെയ്തോ അല്ലെങ്കിൽ ആര് ദോഷം ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ളവർ സമ്മാനമായി വന്ന് ന്യായമായിട്ടുള്ള കാര്യത്തിന് വിപരീതമായി പറയേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് മുന്നമേ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നാൽ പുരോഹിതന്മാരെ സംബന്ധിച്ച് അവർ ന്യായമായിട്ടേ നിൽക്കാവൂ, ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കാവൂ. പക്ഷേ ഇവർ അന്യായം ചെയ്തു. പക്ഷഭേദം കാണിച്ചു. അതൊരു പക്ഷേ തങ്ങളുടെ ആളുകളോടായിരിക്കാം, തങ്ങൾക്ക് സമ്മാനം തന്നവരോടായിരിക്കാം, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരോടായിരിക്കാം. ന്യായം മറിച്ച് കളഞ്ഞു. നോക്കണേ, എത്രയോ വലിയ തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നത് തെറ്റ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുക. നമുക്ക് ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്കൊന്ന് പോയാൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൻ്റെ 13-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, ഞാൻ അവനെ എൻ്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. നെഹമ്യാ പറയുന്ന വാക്കാ. ഞാൻ അവനെ എൻ്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. ആര് ഓടിച്ചു കളഞ്ഞ കാര്യമാണ്? ഇവിടെ മഹാപുരോഹിതനായ എല്യാശീബിൻ്റെ മകൻ ഹോരോന്യനായ സൻബല്ലത്തിൻ്റെ മരുമകനായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു എന്ന് വായിക്കുക. മഹാപുരോഹിതനായ എല്യാശീബിൻ്റെ മകൻ. അപ്പോൾ മഹാപുരോഹിതനായ എല്യാശീബിൻ്റെ മകൻ
എന്ത് ചെയ്തു? സൻബല്ലത്തിൻ്റെ മരുമകനായി. സൻബല്ലത്തിൻ്റെ മരുമകൻ. 27-ാം വാക്യത്തിൽ നിങ്ങൾ അന്യജാതിക്കാരിത്തികളെ വിവാഹം കഴിച്ചു. അപ്പോൾ അന്യജാതിക്കാരിത്തിയായ സൻബല്ലത്തിൻ്റെ മകളെ മഹാപുരോഹിതനായ എല്യാശീബിൻ്റെ മകൻ വിവാഹം കഴിച്ചു. നോക്കണേ, എത്ര വലിയ മിസ്റ്റേക്കാ അത്. ആരുടെ മകനാ? മഹാപുരോഹിതൻ്റെ മകനാ. നല്ലൊരു ബന്ധം കിട്ടിയതേ കല്യാണം കഴിച്ചു. പക്ഷേ ഇവിടെ നെഹമ്യാ പറയുക, ഞാൻ അവനെ എൻ്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. ഒരു ദയയും കാണിച്ചില്ല. അവിടെ കാണിക്കേണ്ട കാര്യമില്ല. കാരണം ന്യായം മറിച്ച് കളയാൻ പാടില്ല. അവൻ ഇതിനകത്ത് സ്ഥാനമില്ല. ദൈവത്തിൻ്റെ പ്രമാണത്തെ അവൻ ലംഘിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ ലംഘിച്ചത് മഹാപുരോഹിതനായാലും മഹാപുരോഹിതൻ്റെ മകനാണെങ്കിലും കൃത്യമായ ആക്ഷൻ, അതാണ് ശരിയായ ന്യായപാലനം. നെഹമ്യാവ് തൻ്റെ ഈ 13-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി. എന്നിട്ട് 29-ാമത്തെ വാക്യത്തിൽ അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യത്തിൻ്റെയും ലേവ്യരുടെയും നിയമത്തെയും മലിനമാക്കി. ഇതിനാ ഓടിച്ചു കളയാൻ കാരണമുണ്ട്. അവർ നിയമത്തെ മലിനമാക്കി. അതാണ് ഈ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ലേവിയുടെ നിയമത്തെ നശിപ്പിച്ചിരിക്കുന്നു. നോക്കണേ, ഇപ്പം അന്യജാതിക്കാരത്തികളൊക്കെ വിവാഹം കഴിക്കുക, എന്നിട്ട് അതിനെ പക്ഷം പിടിക്കുക, അതിനോട് ചേർന്ന് നിൽക്കുക, കുഴപ്പമില്ലെന്ന് പറയുക, തെറ്റിനെ ന്യായീകരിക്കുക. അതിവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അവിടെ വായിക്കുന്നത് പക്ഷഭേദം കാണിച്ചു, ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു. പ്രിയമുള്ളവരെ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയത്. ന്യായപാലനത്തിൽ പക്ഷഭേദമില്ല. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ ഒരു പക്ഷവും നോക്കത്തില്ല. ആര് രക്ഷിക്കപ്പെട്ടോ അവർക്കുള്ളതും ആര് രക്ഷിക്കപ്പെട്ടില്ലയോ അവർക്കുള്ളതും കൃത്യമായി തൂക്കി അളന്നു കൊടുക്കുന്ന ഒരു ന്യായാധിപൻ. വിശ്വാസികളുടെ ജീവിതത്തിൽ അവനവൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം നൽകുന്ന ന്യായാധിപൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ ഒരു പക്ഷഭേദവും കാണിക്കാതെ കൃത്യമായി ദൈവത്തിൻ്റെ ന്യായപാലനം നടത്തും. നാം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ന്യായപാലനത്തിൽ കൃത്യത ഉണ്ടാകണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. ആരുടെയും മുഖം നോക്കാതെ സത്യസന്ധമായ നിലയിൽ ന്യായമായ നിലകളിൽ പ്രതികരിക്കുവാൻ, ന്യായമായ നിലകളിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നു നാം മഹത്വപ്പെടട്ടെ. കരുണയോടെ കൈവിടാതെന്നും കൺമണി പോ